പ്രൊഫസർ റോണി കെ ബേബി, ഈ സാധനങ്ങളുടെ വില കുറഞ്ഞാൽ അത് സാധാരണക്കാർക്ക് വലിയ നേട്ടമാണ്, അവർക്കത് സന്തോഷം കൊടുക്കുന്ന കാര്യമാണ്. ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കേണ്ടി വരുന്നത് പക്ഷേ ബിസിനസ്സിനെ സ്വാധീനിക്കും. എന്നിട്ടും വളരാനുള്ള അവസരമായി ഇത് മാറുന്നുവെന്ന ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ പ്രകടിപ്പിക്കുന്നത്. നോക്കൂ, ബിസിനസ് എളുപ്പമാകില്ലേ? ബിസിനസ് ചെയ്യൽ എളുപ്പമാകില്ലേ? തൊഴിലും നിക്ഷേപവും വർദ്ധിക്കില്ലേ? ഇവിടെ എന്നോട് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. തൊഴിലും നിക്ഷേപവും. കാരണം ഏതൊരു ഇക്കോണമിയുടെയും അതിന്റെ ഒരു വളർച്ചയുടെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ദെൻ അടുത്ത് വരുന്ന എംപ്ലോയ്മെന്റ് ആണ്. ഞാൻ അതിലേക്ക് വരാം. ബഹുമാനപ്പെട്ട ശ്രീ ആദിക് അശ്വൻ അദ്ദേഹം വളരെ സമഗ്രമായി തന്നെ കാര്യങ്ങൾ പറയുകയുണ്ടായി. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു നല്ലൊരു ഇക്കോണമി ആണെങ്കിൽ ഇത് ഒരു 9 അല്ലെങ്കിൽ ഒരു മോർ ദാൻ 10% ഗ്രോത്ത്, അത് ഒരു ഹെൽത്തി ഇൻഡിക്കേറ്റർ ആണ്. വളരെ അപൂർവം രാജ്യങ്ങൾക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ, ഞാൻ പറയുന്ന കണക്ക് തെറ്റാണെങ്കിൽ അങ്ങേക്ക് തിരുത്താൻ, ഞാനൊരു സാമ്പത്തിക എക്സ്പെർട്ട് ഒന്നുമല്ല, ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനാണ്. മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ 9.6% ആയിരുന്നു ഇന്ത്യൻ ഇക്കോണമിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും അധികം അന്ന് സെക്കൻഡ് ലാർജസ്റ്റ് ആയി വളരുന്ന ഇക്കോണമി നമ്മുടേതായിരുന്നു. ഏറ്റവും ഫാസ്റ്റിംഗ് ആയിട്ട് വളരെ വേഗതയിൽ വളരുന്ന രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടേതായിരുന്നു. മൻമോഹൻ സിംഗിന്റെ 10 വർഷത്തെ കാലയളവിലാണ് 30 കോടി ആളുകൾ. ഇപ്പോൾ 20 കോടി ആളുകളാണ് കഴിഞ്ഞ 10 വർഷം, 2014 മുതൽ 24 വരെ നമ്മൾ പറയുന്നു. പക്ഷെ അതിനു മുമ്പുള്ള 10 വർഷം 30 കോടി ആളുകൾ. ഈ വേൾഡ് ബാങ്കിന്റെ ഒക്കെ കണക്ക് പറയാം, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ പോവർട്ടി ലെവലിന് മുകളിലേക്ക് ഉയർന്നത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ്. പക്ഷെ അന്ന് മൻമോഹൻ സിംഗിന്റെ ഒക്കെ ഒരു സാമ്പത്തിക നയം എന്തായിരുന്നു? അദ്ദേഹം ചെയ്ത സാമ്പത്തിക ജനങ്ങളിൽ പണം ഉണ്ടാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുവേണ്ടിയിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള വിപ്ലവകരമായ കാര്യങ്ങൾ കൊണ്ടുവന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണല്ലോ. ജീൻ റിസേ പോലെയുള്ള ആധുനിക സാമ്പത്തിക ചിന്തകന്മാരൊക്കെ പറയുന്നത് ജനങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാകും. അല്ലാതെ നമ്മൾ സർക്കാരിന്റെ ഖജനാവിലോ ബാങ്കുകളിലെ അക്കൗണ്ടിലോ പണം, ജനങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് അത് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ, അത് കൂടുതൽ സേവ് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് നമ്മുടെ ഈ രാജ്യത്തേക്ക് താങ്ങി നിർത്തിയിരുന്ന ചെറുകിട സമ്പാദ്യ പദ്ധതികൾ. നമുക്കറിയാം, വളരെ സ്മോൾ ചെറിയ രീതിയിലുള്ള ലഘു സമ്പാദ്യ പദ്ധതികൾ, അത് ഒക്കെ ഇൻവെസ്റ്റ്മെന്റുകളായിട്ട് വരുന്നു. അങ്ങനെ അത് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ സാമ്പത്തികം വളർന്നുകൊണ്ടിരുന്നത്. പക്ഷെ 2014 ശേഷം നമുക്ക് വന്ന ഒരു സാമ്പത്തികമായി വന്ന നമ്മുടെ ഒരു ചേഞ്ച്, ഒരു മാറ്റം എന്ന് പറയുന്നത്, ഗവൺമെന്റ് വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക വളർച്ച ആഗ്രഹിക്കുന്നു, വളരെ റാപ്പിഡായിട്ട്. അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ പണം ഗവൺമെന്റിൽ വരണം. ഗവൺമെന്റ് തന്നെ ഹെവി ഇൻവെസ്റ്റ്മെന്റ് വരുത്തുന്നു. അപ്പൊ അങ്ങനെയാണ് നമുക്കറിയാം 2017 ഇവിടെ GST വരുന്നു. ആദ്യം BJP അതിനെ എതിർത്തതാണ്. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ 2014 GSTയുടെ ആലോചനകളൊക്കെ വരുമ്പോൾ അതിനെ എതിർത്ത ഒരു പാർട്ടിയായിരുന്നു BJP. എങ്കിലും 2017 BJP നമ്മുടെ GST ഇവിടെ നടപ്പാക്കി. നമുക്കറിയാം, ഇപ്പം ഇന്ത്യ ഗവൺമെന്റിലേക്ക് വരുന്ന പണത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലാണ്. 22 ലക്ഷം കോടിയൊക്കെ GST ആയി വിറ്റ് നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ വളരെ ഹെവി ആയിട്ടുള്ള ഒരു പണം ഗവൺമെന്റിലേക്ക് വരുന്നു. ഗവൺമെന്റ് അത് വലിയ രീതിയിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ പോസിറ്റീവായിട്ട് തന്നെ പറയുക. നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ 53% എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഗവൺമെന്റ് നോക്കുന്ന അങ്ങനെ ഹെവി ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. അപ്പോൾ അതിന്റെ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുന്ന അവിടെയൊക്കെയാണ് നമുക്ക് അതിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്. അദാനി പോലെയുള്ള കമ്പനികളൊക്കെ അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നു, ഒരുപാട് കമ്പനികൾ അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നു. നമുക്ക് അതിന്റെ ഒക്കെ വിയോജിപ്പുണ്ട്. പക്ഷെ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് ജനറേഷൻ ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. പ്രത്യേകിച്ച് 2000 നമുക്കറിയാം, ഈ കറൻസി ഡിമോണിറ്റൈസേഷന് ശേഷം ഏകദേശം 1 കോടിയോളം നമ്മൾ ശക്തിപ്പെടുത്തേണ്ട കാര്യമാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ഈ GSTയുടെ രണ്ടാമത്തെ GST 2.0 ഈ റിഫോംസ് ഒക്കെ വരുമ്പോൾ ഇവിടെ ഇരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ എംപവർ ചെയ്യേണ്ടത് ആരെയാണ്? നമ്മൾ ശാക്തീകരിക്കേണ്ടത് ആരെയാണ്? ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും തൊഴിലെടുക്കുന്ന സ്മോൾ സ്കെയിൽ ആൻഡ് മീഡിയം സ്കെയിൽ എന്റർപ്രൈസസ്, അല്ലെ ചെറുകിട സൂക്ഷ്മ വ്യവസായങ്ങളാണ്. 2017-18 ശേഷം അത് ഈ പറയുന്ന ഡിമോണിറ്റൈസേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന കോവിഡ് പാൻഡമിക് ആയിക്കോട്ടെ, അതിനൊക്കെ ശേഷം ഏകദേശം 1 കോടിയോളം ചെറുകിട സൂക്ഷ്മ വ്യവസായ യൂണിറ്റുകൾ ഈ രാജ്യത്ത് അടച്ചുപൂട്ടപ്പെട്ടിട്ടുണ്ട്. എന്നത് GST ഒരു ഘടകമാണ്. ഈ സാമ്പത്തിക പരിഷ്കരണത്തിലൂടെ മൈക്രോ സ്മോൾ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഗുണമുണ്ടാകുമെന്നാണ് ഞാൻ പല ലേഖനങ്ങളിലൂടെ വായിച്ചു മനസ്സിലാക്കിയത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഒരു ഇടവേള കൂടി അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം 30 സെക്കൻഡാണ് ഒരു കാര്യം പെട്ടെന്ന്. ഇതിനകത്ത് ഗവൺമെന്റ് ജെനുവിനായിട്ട് ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണം. എത്ര വലിയ കൊള്ളയെ നടക്കുന്നറിയോ? റഷ്യയിൽ നിന്ന് $46 മേടിക്കുന്ന സാധനം നോർത്തണം. $46 മേടിച്ചിട്ടാണ് 106-107 രൂപയ്ക്ക് നമുക്ക് വിറ്റോണ്ടിരിക്കുക. മൻമോഹൻ സിംഗിന്റെ കാലത്ത് $114 ആയിരുന്നു ഒരു ബാരലിന്. അന്ന് ഈ രാജ്യത്ത് 84 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ 106 രൂപയിൽ 50-60 രൂപ എന്ന് പറയുന്നത് ടാക്സ് ആണ്.